ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ക്രാബ് റോസ്റ്റാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ക്രാബ് റോസ്റ്റിൻ്റെ മസാലയ്ക്കായിട്ട് 8 വെളുത്തുള്ളി, 5 പച്ചമുളക്, കുറച്ച് പച്ചമസാല, 10-12 ചെറുള്ളി, ഒരു 4-5 കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ച കുരുമുളക് കൂടെ ചേർത്ത് ക്രഷ് ചെയ്യാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ചതച്ച മസാല ചേർത്ത് സോട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ 4 സവാള, 2 തക്കാളി, കുറച്ച് ചെറുള്ളി, ആവശ്യത്തിന് കരിവേപ്പില, എരിവിനനുസരിച്ച് കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സോട്ട് ചെയ്ത മസാലയിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഒരു കപ്പിലേക്ക് 1 സ്പൂൺ മഞ്ഞൾ, ഒരു വലിയ സ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ഉലുവ, 1/2 സ്പൂൺ മീറ്റ് മസാല. ഇത് സോട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാളയിലേക്ക് ചേർക്കാം. ഇപ്പോൾ ചേർത്ത മസാല നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ വിനാഗിരി, വെള്ളത്തിൽ കുതിർത്ത് വെച്ച കുടംപുളി ചെറുതായിട്ട് കീറിയത് 2 എണ്ണം. ഇതിലേക്ക് കുടംപുളി കുതിർത്ത വെള്ളം 1/2 കപ്പ് ചേർക്കാം. മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ക്രാബ് ആഡ് ചെയ്യാം. ഞാനിവിടെ 1.5 കിലോ ക്രാബാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ മസാല അതിനനുസരിച്ച് കൂട്ടാം. നമുക്ക് ക്രാബ് ഇതിലേക്ക് ചേർക്കാം. ഇനി ക്രാബ് കുക്കാവാനായിട്ട് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട. ഒരു 15 to 20 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. മസാല നന്നായിട്ട് ക്രാബിലേക്ക് യോജിപ്പിച്ചെടുക്കണം. ഞണ്ട് കുക്കായി വന്നിട്ടുണ്ട്. കുറച്ച് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കരിവേപ്പിലയും 1 സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല അടിപൊളി ക്രാബ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ക്രാബ് റോസ്റ്റ് അപ്പത്തിൻ്റെ കൂടെ, ഗോതമ്പ് പുട്ട്, പിന്നെ കപ്പയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. നമ്മൾ ഷാപ്പിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന അതേപോലെയാണ് നമ്മളിവിടെ നമ്മുടെ ക്രാബ് റോസ്റ്റ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ അടിപൊളി ഒരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അടുത്ത വ്ളോഗിൽ കാണും വരെ ബൈ.